നമ്മൾ ബിരിയാണി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി നമ്മൾക്ക് ഒരു മടുപ്പ് വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പം നമുക്ക് വേറൊരു റൈസ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അതാണ് കബ്സ റൈസ്. ഇതൊരു അറബിക് ഡിഷാണ്. അപ്പോൾ അതിന് കൂടെയുള്ള ഒരു റേറ്റേ ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഷ്ണങ്ങൾ നന്നായി കഴുകിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കുത്തി കൊടുക്കുക. അപ്പം നമ്മൾ മസാല ചെറുതായിട്ടാണ് നമ്മൾ ചേർക്കണുള്ളൂ. ആകെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രം ചേർത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കുക. നമ്മൾ ഫോർക്ക് കൊണ്ട് കുത്തുമ്പോൾ ഉള്ളിലോട്ട് അത് കുറച്ച് ചേരും. അതിന് വേണ്ടിയിട്ടാണ് ഫോർക്ക് വെച്ച് ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുക. ഇതിന് നമ്മൾ ലോങ് റൈസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് നമ്മൾ കുതിർത്തിട്ട് വെള്ളം വാരം വെക്കണം. ഇത് ഞാൻ 5 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് 10 ഗ്ലാസ് വെള്ളം. ഇനി നമ്മൾ ഈ വെള്ളത്തിലോട്ടാണ് മസാലകൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തക്കാളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈ തക്കാളി പേസ്റ്റ് എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ, ഇതിപ്പോൾ റെഡിമെയ്ഡാണ് മേടിച്ചിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 2-3 തക്കാളി എടുത്തിട്ട് വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് തിളച്ച വെള്ളത്തിലിട്ട് ചൂടാക്കിയിട്ട് അത് അരച്ചെടുക്കണം. അങ്ങനെയുള്ള പേസ്റ്റ് 2 സ്പൂണാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലോട്ട് കബ്സ മസാല ചേർത്ത് കൊടുക്കാം. നമ്മുടെ നാട്ടിലും എവിടെയായാലും നമുക്ക് ധാരാളം കമ്പനിയുടെ കബ്സ മസാല ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് വീട്ടിലും ഇതിൻ്റെ പൊടി ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ റെഡിമെയ്ഡ് മസാലയാണ് ചേർക്കുന്നത്. അത് 5 ഗ്ലാസ് അരിക്കല്ലേ നമ്മൾ. അപ്പം നമ്മൾ നോക്കിയിട്ട് തന്നെ ഇടണം. അപ്പോൾ റൈസിൽ നമുക്ക് ഇതിൻ്റെ മസാലയുടെ ഫ്ലേവർ ശരിക്കും വരണം. അപ്പോൾ അതിന് ഞാനിവിടെ 3 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ ഇത്തിരി കുറവ് തോന്നി. അപ്പോൾ 4 ടേബിൾ സ്പൂണാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു നുള്ള് കാശ്മീരി പൗഡർ, ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. അതേപോലെ തന്നെ മാഗി ചിക്കൻ ക്യൂബ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു പാക്ക് പൊട്ടിക്കുമ്പോൾ 2 പീസസ് അല്ലേ ഉണ്ടാവുക. അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഈ കാശ്മീരി ചില്ലി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഒരു ഇത്തിരി സ്പൈസി കളർ വരാൻ വേണ്ടി മാത്രം ചെയ്താണ്. ഇനി നമുക്കൊരു അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം. ആ ബട്ടർ ചൂടായി അത് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ മുരിച്ചെടുക്കാം. 2 സൈഡും ബ്രൗൺ കളർ ഒരു ചെറിയതായിട്ട് ഒരു ബ്രൗൺ കളറായാൽ മതി. അപ്പം നമുക്ക് നമ്മളുടെ സവോള ഇട്ട് കൊടുക്കാം. ഒരു സവോള അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അത് സോട്ടാവണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മളെ കഴുകി വര വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ നീരിട്ടിട്ട് നമ്മൾ ആ മസാല ചേർത്തുള്ള വെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. ഞാനതിന് പകരമായിട്ട് ഈ ബട്ടറിലൊന്ന് നമ്മളെ റൈസ് ഒന്ന് മൊരിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ റൈസ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചിക്കനും ഒണിയനും ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ആ മസാല ചേർത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് തിള വരുമ്പോൾ റൈസ് ഇട്ടാൽ മതി. പക്ഷേ ഞാനിവിടെ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ബട്ടറിൽ റൈസ് ഒന്ന് മൊരിയുമ്പോൾ ഒരു ഇത്തിരി ടേസ്റ്റ് കൂടും. സെപ്പറേറ്റ് ആ മസാല ചേർത്തിട്ടുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. അതായത് റൈസ് ഇടുന്നതിന് മുന്നേ ഈ മസാല ചേർത്തുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അത് തിള വരുമ്പോൾ റൈസ് ഇട്ടാൽ മതി. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്തെന്നുള്ളൂ. ഇനി നമുക്ക് ആവശ്യം വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഈ റെഡിമെയ്ഡ് മസാല ആകുമ്പോൾ അതിലും ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഇളക്കി കൊടുക്കണം. 5 ഗ്ലാസ് അരിക്ക് നമ്മൾ 10 ഗ്ലാസ് വെള്ളം ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് മെഷർമെൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അടി പിടിക്കൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ലിഡ് തുറന്നിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഏകദേശം നമ്മളെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ച് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു റൈത്ത ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 4 തക്കാളി, 2 സവോള, മല്ലിച്ചപ്പ്, പച്ചമുളക്, നാരങ്ങ, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം വേണം അരയ്ക്കാൻ. ഇനി നമുക്ക് തക്കാളി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം.
4 5 തക്കാളി നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ പുളി നമുക്കൊരു നല്ല ടേസ്റ്റ് കൂടുതലേ ഉള്ളൂ. പക്ഷേ കൂടുതലായിട്ട് സവോള വേണ്ട. സവോള എപ്പോഴും തക്കാളീനെ കാട്ടി ഒരു ഇത്തിരി കുറവ് മതി. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സവോള, തക്കാളി, മല്ലിച്ചപ്പ്, വെളുത്തുള്ളി, അതേപോലെ തന്നെ ഒരു നാരങ്ങയുടെ നീരാണ്. അത് ഒക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളം ചേർത്ത് നമുക്ക് ഇതിനെ അരച്ചെടുക്കാം. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇതെല്ലാം ഒന്ന് അരഞ്ഞ് കിട്ടിയതിൻ്റെ ശേഷമാണ് പച്ചമുളക് ചേർത്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ച് ചേർക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ബാക്കിയുള്ള എല്ലാം നിറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി എരിവിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത് അരച്ചതിന് ശേഷം ഒരു ബൗളിലാക്കിയതിന് ശേഷം നമുക്ക് ഇതിലോട്ട്, ഇത് അറബിക് ഡിഷ് ആയതുകൊണ്ട് നമുക്ക് ഇതിലോട്ട് കോക്കനട്ട് ഓയിലൊന്നും ചേർക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കാം മുകളിൽ. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മളുടെ കബ്സ റൈസും അതേപോലെ തന്നെ അതിന് കോംബോ ആയിട്ടുള്ള റൈത്തയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.